ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. രാവിലെ ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നാളത്തെ ദിവസം എന്ന് പറയുന്നത് മഹാസങ്കടഹര ചതുർത്ഥിയാണ്. അതും സർവാർത്ഥ സിദ്ധി യോഗത്തോടു കൂടി വന്നിരിക്കുന്ന സങ്കടഹര ചതുർത്ഥി. മഹാസങ്കടഹര ചതുർത്ഥി എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം, ഇത് ചൊവ്വാഴ്ചയാണ് ഈ ഒരു സങ്കടഹര ചതുർത്ഥി വരുന്നത്. അങ്കാരക സങ്കടഹര ചതുർത്ഥി എന്നും ഇതിനെ പറയാറുണ്ട്. വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ള, എല്ലാ മാസങ്ങളിലും വരുന്ന മറ്റ് സങ്കടഹര ചതുർത്ഥിയേക്കാൾ കൂടുതൽ വളരെയധികം പവറുള്ളൊരു സങ്കടഹര ചതുർത്ഥിയാണ് ചൊവ്വാഴ്ച വരുന്ന സങ്കടഹര ചതുർത്ഥി എന്ന് പറയുന്നത്. നമ്മുടെ ഏതൊരു വിധത്തിലുമുള്ള സങ്കടങ്ങൾ മാറ്റിത്തരുന്ന, നമ്മുടെ എന്തൊരാഗ്രഹവും സാധിച്ചു തരുന്ന സങ്കടഹര ചതുർത്ഥി. ഭഗവാൻ ഗണേശൻ ക്ഷിപ്രപ്രസാദിയാണ്. തൻ്റെ അമ്മയോട് വളരെയധികം വാത്സല്യ സ്നേഹമുള്ള ഭഗവാൻ, നമ്മൾ അമ്മമാർ പ്രാർത്ഥിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ആ പ്രാർത്ഥന കേട്ട് കാര്യം സാധിച്ചു തരുമെന്നാണ് പറയുന്നത്. കാരണം നമ്മൾ അമ്മമാരായതുകൊണ്ട് തന്നെ മക്കൾക്ക് വേണ്ടിയിട്ടും, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാർക്കോ ആർക്ക് വേണ്ടിയിട്ടും ആയിക്കൊള്ളട്ടെ, ഭഗവാനോട് പോയി പറയുമ്പം ഭഗവാന് അത് വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു തരും. കാരണം അമ്മമാർ വിഷമിക്കുന്നത് ഭഗവാൻ ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. തൻ്റെ അമ്മയായ പാർവതീദേവി എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ എന്ത് ചെയ്തു കൊടുക്കാനും ഭഗവാൻ തയ്യാറായിരുന്നു. അതുകൊണ്ട് തന്നെ ഭഗവാനോട് കളങ്കമില്ലാത്ത ഭക്തിയോടുകൂടി നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ഭഗവാൻ നമുക്ക് സാധിച്ചു തരും. വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഈ ഒരു സങ്കടഹര ചതുർത്ഥി ദിവസം, നാളെ നിങ്ങൾ ചെയ്യേണ്ടുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു പരിഹാരമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. സങ്കടഹര ചതുർത്ഥി വ്രതം എടുക്കേണ്ടവരൊക്കെ ഇന്ന് തന്നെ രാത്രിയിൽ നോൺ വെജൊക്കെ ഒഴിവാക്കി അരിയാഹാരവും ഉപേക്ഷിക്കാൻ പറ്റിയാൽ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കാം. നാളെ ചൊവ്വാഴ്ച സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് പൂജാമുറിയിൽ വിളക്കൊക്കെ തെളിയിച്ച് ഭഗവാന്റെ വിഗ്രഹങ്ങളൊക്കെ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, അഭിഷേകം ചെയ്യുന്ന ശീലം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭഗവാന്റെ വിഗ്രഹത്തെ അഭിഷേകം ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ അതൊന്ന് തുടച്ച് പൊട്ടൊക്കെ തൊട്ട് കൊടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതൊക്കെ തൊട്ട് കൊടുത്ത് ഭഗവാന് 21 കറുക ഒന്നിച്ച് കെട്ടി പ്രാർത്ഥിക്കാവുന്നതാണ്. ഗണപതി ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ എന്തുണ്ടെങ്കിലും മതിയാവും. അതിനുശേഷം ഭഗവാന് മുൻപിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ കൊണ്ടൊരു ദീപം കൊളുത്തി വെക്കാം. ഞാൻ ഈ പറയുന്ന പരിഹാരം നിങ്ങൾ നാളെ വൈകിട്ടാണ് ചെയ്യേണ്ടത്. കാരണം നാളെ രാവിലെ 8:45 കൂടി തന്നെ ചതുർത്ഥി തിഥി ആരംഭിക്കും. എന്നാൽ പോലും വൈകിട്ട് ചെയ്യുന്നത്, അതായത് ആ ഒരു ചന്ദ്രോദയ സമയത്ത് നമ്മളിത് ചെയ്യുന്നതിന് വളരെയധികം ഫലങ്ങളുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നിങ്ങൾക്ക് ഭഗവാനെ അഭിഷേകമൊക്കെ ചെയ്ത് അല്ലെങ്കിൽ തുടച്ച് അതൊക്കെ ചെയ്യാവുന്നതാണ്. എന്നിട്ട് വൈകിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഞാനിപ്പോഴും പറയുന്നത് പോലെ, ഭഗവാനെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും നല്ലത് ഭഗവാന് മോദകം, അതായത് കൊഴുക്കട്ട സമർപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണമെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്ക് തടസ്സം നേരിടുന്നുവെന്നിരിക്കട്ടെ, നമ്മൾ അടുപ്പിച്ച് ഒരു 11 ദിവസം ഭഗവാൻ ഒരു 5 കൊഴുക്കട്ട വെച്ച് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. എന്തൊരു കാര്യമാണെങ്കിലും അതിൻ്റെ തടസ്സം മാറിപ്പോകും. ഞങ്ങളുടെ ഇവിടുത്തെ വിനായക ക്ഷേത്രത്തിലെ തിരുമേനി, അതായത് പണ്ഡിറ്റ്ജി ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണത്. നിങ്ങൾ ഈ രീതിയിൽ, കാരണം ഇവിടെ വലിയ വിനായക ചതുർത്ഥി വരുമ്പം 11 ദിവസം സപ്താഹത്തോടു കൂടിയിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ആ സമയങ്ങളിൽ ക്ഷേത്രത്തിൽ പോകുമ്പം ഞങ്ങൾക്ക് പ്രഭാഷണമായിട്ട് പണ്ഡിറ്റ്ജി കഥകൾ പറഞ്ഞു തരുമ്പം പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് മുൻപിലുള്ള തടസ്സമാണെങ്കിലും നിങ്ങൾക്ക് എന്ത് പ്രശ്നമാണെങ്കിലും അത് തീരണമെന്നുണ്ടെങ്കിൽ ഭഗവാന് നിങ്ങൾ ഏറെ മധുരം വെച്ചിട്ട് നിങ്ങൾ മോദകമുണ്ടാക്കി കൊടുത്തു നോക്കൂ. ഭഗവാൻ അതീവ പ്രസന്നനാകും. ഞാനത് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ വരുമ്പോൾ ഞാൻ പറയും, എനിക്കത് സാധിച്ചു തന്നാൽ നാളെ ഞാൻ 11 കൊഴുക്കട്ട ഉണ്ടാക്കി തന്നേക്കാമെന്ന്. എനിക്കതുപോലെ തന്നെ അത് സാധിച്ചു കിട്ടും. എൻ്റെ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ ഈ ചുറ്റുവട്ടത്തുള്ള മിക്കവർക്കും അതൊരു അനുഭവവുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ളവർ എപ്പോൾ സങ്കടഹര ചതുർത്ഥി വന്നാലും, അല്ലെങ്കിൽ അവർക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അവരാദ്യം ചെയ്യുന്നത് ഭഗവാന് മോദകം ഉണ്ടാക്കി സമർപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നാളെ നിങ്ങൾ ചെയ്യേണ്ടത്, ഭഗവാന് സാധാരണ പഴം, അവൽ, മലര്, ശർക്കര ഇതൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഒരു 5 അല്ലെങ്കിൽ 7, 9, 11, 21 എത്ര കൊഴുക്കട്ട അല്ലെങ്കിൽ മോദകം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും മോദകം, ഏറെ ശർക്കരയും തേങ്ങായും ഒക്കെ ചേർത്ത് ഭഗവാൻ ഉണ്ടാക്കി സമർപ്പിക്കുക.
നല്ല നിറഞ്ഞ മനസ്സോടുകൂടി വേണം നമ്മളിത് ചെയ്യാനെന്ന് ഞാൻ പറഞ്ഞു. അതിനോടൊപ്പം തന്നെ നമ്മുടെ ആഗ്രഹം അത് നമ്മൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഓരോ കൊഴുക്കട്ടയും ഉരുട്ടി ഉരുട്ടി വെക്കാനും വേണ്ടി. അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഭഗവാൻ സാധിച്ചു തരും. അപ്പോൾ ആദ്യം തന്നെ ഭഗവാന് വേണ്ടുന്ന നൈവേദ്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കുക. ഭഗവാന് മുൻപിൽ വെളിച്ചെണ്ണ ഒഴിച്ചൊരു ദീപം കൊളുത്തി വെക്കുക. ദീപത്തിൻ്റെ ജ്വാല ഭഗവാനെ നോക്കിയിരിക്കുന്നത് പോലെ വേണം വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു ചുമന്ന കളറിൽ ക്ലോത്ത് എടുക്കണം. ഇനി ചുമപ്പ് കളറ് ഇല്ല എന്ന് പറയുന്നവർക്ക് വെളുപ്പെടുക്കാം. വേറെ കളറൊന്നും യൂസ് ചെയ്യരുത്. ഏറ്റവും നല്ലത് ചുമന്ന കളറാണ്. അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് 3 പിടി പച്ചരി ഇടണം. അതേപോലെ തന്നെ ഒരു ചെറിയ പീസ് ശർക്കര വെക്കണം. ഒരുപാട് വലുതൊന്നുമല്ല, ഒരു കുഞ്ഞു പീസ് ശർക്കര മതിയാവും. അതിലേക്ക് 1 രൂപയോ 3 രൂപയോ 5 രൂപയോ 7 രൂപയോ 9 രൂപയോ 11 രൂപയോ അങ്ങനെ നിങ്ങളുടെ കയ്യിൽ എത്രയാണോ എമൗണ്ട് ഉള്ളത് അതും കൂടിയിട്ട് വെക്കണം. ഇതൊക്കെ വെക്കുമ്പോൾ നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടുന്ന പ്രാർത്ഥന എന്താണോ നിങ്ങൾ നേരിടുന്ന തടസ്സം അത് മാറിപ്പോകണമെന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. നമ്മൾ ഭഗവാന് കിഴികെട്ടി സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതൊരു കിഴിയുടെ രൂപത്തിൽ കെട്ടി ഭഗവാന് മുൻപിലായിട്ട് നമ്മളിത് വെക്കണം. അതായത് നമ്മളിത് കെട്ടി നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ അടുത്ത വരുന്ന സങ്കടഹര ചതുർത്ഥി, അതായത് ഇതിപ്പം ആഗസ്റ്റ് മാസത്തിലെ സങ്കടഹര ചതുർത്ഥിയാണ്. സെപ്റ്റംബർ മാസം വരുന്ന സങ്കടഹര ചതുർത്ഥിക്ക് മുൻപായിട്ട് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു കിഴി ഭഗവാന്റെ അടുത്തായിട്ട് ഫോട്ടോയ്ക്ക് അടുത്തായിട്ട് വെക്കുക. അത് പൂജാമുറിയിൽ എവിടെ വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാം. 1 മാസം അതവിടെ ഇരുന്നു കൊള്ളട്ടെ. ഇനി ഉറുമ്പിൻ്റെ ശല്യമുണ്ട്, അത് ശർക്കര വെച്ചിട്ടുള്ളത് കൊണ്ട് ഉറുമ്പ് വരും, അങ്ങനെയുള്ള എന്തെങ്കിലും പേടിയുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശർക്കര വെക്കേണ്ട. അതിന് പകരം ഒരു കുഞ്ഞു പീസ് ഡയമണ്ട് കൽക്കണ്ടം അതിനകത്തോട്ട് വെച്ചാൽ മതിയാവും. ശർക്കര വെക്കുന്നതാണ് ഏറ്റവും ഉചിതം. ചിലവർക്ക് പൂജാമുറിയിൽ ഉറുമ്പ് വരിക എന്ന് പറയുന്നൊരു പ്രശ്നമുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മളിത് വെക്കണം. അതിനുശേഷം അവിടെ ഇരുന്ന് 3 പ്രാവശ്യം സങ്കടനാശന ഗണപതി സ്തോത്രം ചൊല്ലി ഓം ഗം ഗണപതയേ നമ എന്നുള്ള മന്ത്രം 108 തവണയും ജപിക്കണം. ആദ്യം സങ്കടനാശന ഗണപതി സ്തോത്രം 3 പ്രാവശ്യവും അതിനുശേഷം ഓം ഗം ഗണപതയേ നമ എന്നുള്ള മന്ത്രം നമ്മൾ 108 തവണയും ജപിക്കണം. ഇങ്ങനെ നിങ്ങൾ ഈ വരുന്ന ചൊവ്വാഴ്ച, അതായത് നാളെ ഒന്ന് ചെയ്തു നോക്കൂ. ഒരൊറ്റ മാസം കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു മാറ്റം, നിങ്ങൾ നേരിടുന്ന വിഷയത്തിലെ തടസ്സം മാറിപ്പോകുന്നതും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഭഗവാൻ നിങ്ങൾക്ക് സാധിച്ചു തരുന്നതും കാണാനായിട്ട് സാധിക്കും. ഇത് വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ കഴിയുന്നതും എല്ലാവരും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ നാളത്തെ ദിവസം നോൺ വെജ് കഴിച്ചിട്ടൊന്നും നിങ്ങളിത് ചെയ്യരുത്. പീരിയഡ്സ് പുലവാലായ്മ ഉള്ളപ്പോഴും ഇത് ചെയ്യാനായിട്ട് പാടില്ല. ഇനി പീരിയഡ്സ് പുലവാലായ്മയുണ്ട്, ഞങ്ങൾക്കിത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയുന്നവർക്ക് ഏതൊരു ബുധനാഴ്ചയും ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബുധനാഴ്ചകളിലാണ് നിങ്ങളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ബുധനാഴ്ച, അതായത് നാളെ കഴിഞ്ഞ് വരുന്ന ബുധനാഴ്ച ഇതുപോലെ കിഴി കെട്ടി വെക്കുക. അടുത്ത ബുധനാഴ്ച ആ കിഴിയെടുത്ത് ഭഗവാന് പായസം ഉണ്ടാക്കി സമർപ്പിച്ചിട്ട് അടുത്ത കിഴി അന്നത്തെ ദിവസം തന്നെ വൈകിട്ട് കെട്ടിവെക്കുക. അങ്ങനെ 7 ബുധനാഴ്ച അടുപ്പിച്ച് നമ്മളിത് ചെയ്യണം. അതാണ് ബുധനാഴ്ചകളിൽ ചെയ്താലുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മളിടുന്ന 3 പിടി പച്ചരി, ആ പച്ചരി മതിയായിരിക്കും പായസം ഉണ്ടാക്കാൻ. അതിനോട് ആവശ്യമുള്ള ശർക്കരയും പാലും കിസ്മിസും കാഷ്യൂനട്ടും ഒക്കെ ചേർത്ത് ആ ഒരു പായസം വേണം നമ്മൾ ഭഗവാന് സമർപ്പിക്കാൻ. എന്നിട്ട് ആ ബുധനാഴ്ച വൈകിട്ടോ അല്ലെങ്കിൽ രാവിലെയോ ഭഗവാൻ വീണ്ടും അടുത്ത കിഴി കെട്ടി സമർപ്പിക്കുക. അങ്ങനെ അടുപ്പിച്ച് 7 ബുധനാഴ്ചകളിൽ. അപ്പോൾ അടുപ്പിച്ച് ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് പീരിയഡ്സ് വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരാഴ്ച സ്കിപ്പ് ചെയ്താൽ മതിയാവും. ഇത് ഈ രീതിയിലും ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ നാളെ മാത്രമായിട്ടും നിങ്ങൾക്ക് ചെയ്യാം. എങ്ങനെ ചെയ്താലും നല്ല ഫലം കിട്ടുന്നതാണ് ഈ ഒരു റെമഡി എന്ന് പറയുന്നത്. എല്ലാവരും ഇത് ചെയ്തു നോക്കണം. ക്ഷിപ്രപ്രസാദിയായ ഭഗവാൻ ഗണപതിയുടെയും മുരുക ഭഗവാന്റെയും ദേവിയുടെയും ഒക്കെ അനുഗ്രഹം ഒന്നിച്ച് നമുക്ക് ലഭിക്കുന്ന വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ളൊരു ദിവസമാണ് നാളെ. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.